നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. വർത്തമാനകാലത്തിലെ നല്ല മാറ്റങ്ങൾക്ക് ഭൂതകാലം വിലയിരുത്തപ്പെടേണ്ടതുണ്ടോ? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അയാൾ ഒരു കൊടും കുറ്റവാളിയായിരുന്നു. വളരെ മൃഗീയമായ കുറ്റകൃത്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കെയാണ് ശ്രീബുദ്ധനെക്കുറിച്ച് അയാൾ കേൾക്കുന്നത്. കേട്ട കഥകൾ അയാളെ ഒന്ന് മാറി ചിന്തിപ്പിച്ചു. ബുദ്ധശിഷ്യനാകാൻ അയാൾ ആഗ്രഹിച്ചു. ഈ ആഗ്രഹവുമായി അയാൾ ബുദ്ധാശ്രമത്തിലെത്തിയെങ്കിലും ബുദ്ധനെ കാണാനോ അകത്ത് കയറാനോ ആരും അനുവദിച്ചില്ല. ദിവസങ്ങളോളം അയാൾ ഈ പ്രവൃത്തി തുടർന്നു. പക്ഷേ ആരും അയാളെ വിശ്വസിച്ചില്ല. അവസാനം മനംനൊന്ത് പുറത്തെ ഭിത്തിയിൽ തലയിടിച്ച് മരിക്കാൻ അയാൾ തീരുമാനിച്ചു. തലപൊട്ടി ചോരയൊഴുകി നിൽക്കുമ്പോഴാണ് ബുദ്ധൻ ഭിക്ഷാടനം കഴിഞ്ഞ് കടന്നു വന്നത്. ബുദ്ധൻ അയാളോട് കാര്യം അന്വേഷിച്ചു. തൻ്റെ പൂർവ്വ കഥകളെല്ലാം അയാൾ ബുദ്ധനോട് പറഞ്ഞു. കൂടാതെ ശിഷ്യനാകണമെന്ന തൻ്റെ ആഗ്രഹവും. ബുദ്ധൻ അയാളെ കൂട്ടി ആശ്രമത്തിലേക്ക് വന്നു. മുറിവ് വെച്ചുകെട്ടി ആശ്രമത്തിൽ ഒരിടം കൊടുത്തു. ഇത് കണ്ട് മറ്റ് ശിഷ്യന്മാർ ബുദ്ധനോട് തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചു. അവർ പറഞ്ഞു, അയാൾ വലിയ കുറ്റവാളിയാണ്. ക്ഷമിക്കാനാകാത്ത ധാരാളം തെറ്റുകൾ ചെയ്തയാളാണ്. അങ്ങെന്തിനാണ് അയാളെ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിച്ചത്? ബുദ്ധൻ പറഞ്ഞു, നിങ്ങളെല്ലാം അയാളുടെ ഭൂതകാലത്തിലേക്കാണ് ശ്രദ്ധ പതിപ്പിച്ചത്. അയാളുടെ വർത്തമാനകാലത്തിലെ ആഗ്രഹവും ഭാവി കാലവും നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ബുദ്ധൻ തുടർന്നു, ഒരു മനുഷ്യൻ സ്വയം മാറാൻ ആഗ്രഹിച്ചാൽ അയാൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും അത് സാധ്യമാണ്. വർത്തമാനകാലത്തിൽ ഒരു നല്ല മാറ്റത്തിനായി ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭൂതകാലം നോക്കി വിലയിരുത്താതെ ചേർത്തു നിർത്താൻ നമുക്കും സാധിക്കട്ടെ. ശുഭദിനം.